വോട്ടെണ്ണൽ അതിശക്തമായി പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ്, ട്രെൻഡ്, പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, മുന്നിലാര് പിന്നിലാര്, ഇത്തരം ചില കാര്യങ്ങളിലേക്ക് വളരെ ക്യുക്കായി കൂടുതലായി വിവരങ്ങളിലേക്ക് ദില്ലി ബ്യൂറോയുമായി ബന്ധപ്പെട്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ എടുക്കാം. ആദ്യം ഞാൻ സിബിയിലേക്ക്. സിബി, മണ്ഡലങ്ങൾ തിരിച്ച് എന്തെങ്കിലും ഒരു വ്യത്യസ്തതയുള്ളതോ പ്രത്യേകതയുള്ളതോ ഈ സമയത്തിനിടയിൽ കാണുന്ന എന്തെങ്കിലും ഉണ്ടോ? തുടർച്ചയായി ആം ആദ്മി പാർട്ടി നേതാക്കൾ, AAP നേതാക്കൾ പിന്നിലാണ്. തീർച്ചയായും മുതിർന്ന നേതാക്കളെല്ലാത്തിൻ്റെയും പിന്നിലാണ് എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ആം ആദ്മി പാർട്ടി അല്പം കൂടി ഉയർന്നിട്ടുണ്ട്, 29ലേക്ക് ഉയർന്നിട്ടുണ്ട്. 36 BJP കുറഞ്ഞിട്ടുണ്ട്, 40 വരെ എത്തിയിരുന്നു. എന്തായാലും ഈ ട്രെൻഡ് BJPക്ക് അനുകൂല അല്ലെങ്കിൽ മുൻതൂക്കം എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ആം ആദ്മി പാർട്ടി ഇപ്പോൾ അല്പം കൂടി നില മെച്ചപ്പെടുത്തി 29ലേക്ക് കയറിയിട്ടുണ്ട്. BJP 36 എന്ന നിലയിൽ ഇപ്പോൾ നിൽക്കുന്നു. എങ്കിൽ പോലും ഈ ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെയും പിന്നിലാണ്. അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്, അധീഷ് പിന്നിലാണ്, മനീഷ് സിസോദിയ പിന്നിലാണ്. ഇപ്പോഴും പിന്നെ എടുത്തു പറയേണ്ടത് ഈ കൈലാഷ് ഗെഹ്ലോട്ട് മുന്നിൽ. കൈലാഷ് ഗെഹ്ലോട്ട് ആം ആദ്മി പാർട്ടിയുടെ മുൻ MLA കൂടിയായിരുന്നു. അദ്ദേഹം കുറച്ച് നാൾ മുമ്പാണ് BJPയിലേക്ക് ചേർന്നത്. അദ്ദേഹം BJPയിൽ മത്സരിച്ച് ഇപ്പോൾ അദ്ദേഹം BJPയിൽ മുന്നിലാണ് കൈലാഷ് ഗെഹ്ലോട്ട്. ബിജുവാസൻ മണ്ഡലത്തിലാണ് കൈലാഷ് ഗെഹ്ലോട്ട് മത്സരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ മുന്നിലാണ്. രോഹിണിയിൽ വിജേന്ദർ ഗുപ്ത ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മോട്ടി നഗറിൽ ഹരീഷ് ലീഡ് ചെയ്യുന്നു. സത്യേന്ദർ ജെയിൻ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആണ് ഈ പർവേസ് സാഹിബ് സിംഗ് ആണ് ന്യൂഡൽഹി. BJP ആണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മുന്നിൽ നിൽക്കുന്നത്. മനീഷ് സിസോദിയ ഇപ്പോഴും പിന്നിൽ നിൽക്കുന്നു. ഇതിലെ ന്യൂഡൽഹി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി ആണോ രാജ്യ തലസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം? തീർച്ചയായും അത് തന്നെയാണ്. ഈ ന്യൂഡൽഹി എന്ന ഈ ഒരു മണ്ഡലം, അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നഗരപ്രദേശം ഉൾപ്പെടുന്ന മണ്ഡലമാണ് ന്യൂഡൽഹിയും ഈ കൽക്കാജി എല്ലാം തന്നെ. അതുകൊണ്ട് സ്വാഭാവികമായും മിഡിൽ ക്ലാസ്സിന് ഏറെ വോട്ടുകളുള്ള ഒരു സന്ദീപ് ദീക്ഷിതും അരവിന്ദ് കെജ്രിവാളും ഒക്കെ നേർക്കുനേർ മത്സരിച്ചത് ഈ ന്യൂഡൽഹിയിലല്ലേ? കെജ്രിവാളിന്റെ മണ്ഡലം എന്ന നിലയ്ക്കാണ് ന്യൂഡൽഹി നമ്മൾ ശ്രദ്ധിക്കുന്നത്. ന്യൂഡൽഹിയിലാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലമാണ്. അരവിന്ദ് കെജ്രിവാളും സന്ദീപ് ദീക്ഷിതും പർവേഷ് വർമ്മയും ഈ 3 പേരുമാണ് മത്സരിച്ചത്. ശക്തമായ ത്രികോണ മത്സരം തന്നെയായിരുന്നു. പർവേഷ് വർമ്മ ഇപ്പോൾ BJPയുടെ പർവേഷ് വർമ്മയാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. സന്ദീപ് ദീക്ഷിത് കോൺഗ്രസിൻ്റെ ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് വയ്ക്കും. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ഒരു ഘട്ടത്തിൽ പോലും മുൻ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ അല്ലെങ്കിൽ AAPയുടെ പ്രധാനപ്പെട്ട മുഖം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയ അരവിന്ദ് കെജ്രിവാൾ ഈ ന്യൂഡൽഹിയിൽ നഗരഹൃദയ ഭാഗത്ത് പിന്നിൽ പോയിരിക്കുന്നു. അതിൽ സിബി പറഞ്ഞ ഒരു വാചകം, സിബി പറഞ്ഞത് വീണ്ടും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 2ാം സ്ഥാനത്തേക്ക് അവിടെ ഈ ഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ വരുന്നത് കോൺഗ്രസ് ആണ് എന്ന് പറയുന്ന ഒരു വാചകം നേരത്തെ ഒരു വാക്യം സിബി പറയുകയുണ്ടായി. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരു ഘട്ടത്തിൽ പോലും അരവിന്ദ് കെജ്രിവാളിന് മുന്നിൽ വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ തീരെ തറപറ്റി പോകാതെ നല്ല നിലയിലുള്ളൊരു മത്സരം കാഴ്ചവെക്കുന്നു BJPയുമായി എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ആ നമ്പർ അത്ര മോശവുമല്ല. 70-അംഗ നിയമസഭയിൽ ഇപ്പോഴും 28 ഇടത്ത് ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട്. നേതാക്കൾ പിന്നിൽ പോയിട്ടും അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. നേതാക്കളെ ജനം തിരസ്കരിക്കുന്നു, ജനം വോട്ട് ചെയ്യുന്നില്ല. പക്ഷേ ആ പാർട്ടിക്ക് ലീഡുണ്ട്. എന്നിട്ടും നേതാക്കൾ പിന്നിൽ നേതൃത്വം പിന്നിൽ പോകുമ്പോഴും ആം ആദ്മി പാർട്ടി 28 ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്നുള്ള ശ്രദ്ധേയമായൊരു കാര്യം ദില്ലി തെരഞ്ഞെടുപ്പ് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് സിബി. ശരത്ത്, ഇതിൽ നമ്മൾ പ്രധാനമായും എടുത്തു കാണേണ്ടത് ഏറ്റവും നഗര ഹൃദയഭാഗങ്ങളല്ലാതെ ഈ ന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന, അതായത് ഏറ്റവും റൂറൽ ഏരിയയിലേക്ക് പോകുമ്പോഴാണ് ആം ആദ്മി പാർട്ടിക്ക് ലീഡെന്ന് നമുക്ക് പറയേണ്ടി വരും. നരേല മേഖലയിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നുണ്ട്. ബുരാരിയിൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ തിമർപൂരിൽ ലീഡ് ചെയ്യുന്നു. ആദർശ് നഗറിൽ ലീഡ് ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു നഗരപ്രദേശത്തല്ലാത്ത റൂറൽ ഏരിയയിലാണ് ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ലീഡ്. അതായത് അടിത്തട്ടിലുള്ള ആളുകളാണ് ആം ആദ്മി പാർട്ടിയെ സഹായിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള ഈ ന്യൂഡൽഹി പോലുള്ള ഏരിയകളിലാണ് ആം ആദ്മി പാർട്ടി താഴേക്ക് പോകുന്നത്. അതും പ്രധാനപ്പെട്ട ആളുകൾ തന്നെ താഴേക്ക് പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ആദർശ് നഗറിൽ ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബാദിയിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ ദേവേന്ദർ യാദവ് ബാട്ട്ലിയിൽ മാത്രം ലീഡ് ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ ഒരു ഏക ലീഡ് സീറ്റ് അത് മാത്രമാണുള്ളത്. പിന്നീട് റിഥാലയിൽ മോഹിന്ദർ ഗോയൽ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. ഭാവനയിൽ
ജയ് ഭഗവാൻ ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുൻകൽ ഗജേന്ദർ ദാൾ, അത് അദ്ദേഹം BJP ആണ്, അതും ഒരു റൂറൽ ഏരിയ തന്നെയാണ്. പക്ഷേ എന്തായാലും ഒരു ന്യൂനപക്ഷ മേഖലയിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ അടിത്തട്ടുള്ള ആളുകൾ നോക്കുമ്പോൾ അവിടെ എല്ലാം തന്നെയും ആം ആദ്മി പാർട്ടിക്ക് ഒരു ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആം ആദ്മി അതിലെ ശ്രദ്ധേയമായ സിബി സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത്തരം ഇക്വേഷൻസ് എങ്ങനെ ഇതിനോടകം വർക്കൗട്ടായിട്ടുണ്ട് എന്ന് നോക്കാം. ന്യൂനപക്ഷ മേഖലകൾ, ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ ലീഡ് നില വെച്ച് നോക്കിയാൽ BJPയും ആം ആദ്മി പാർട്ടിയും ഒപ്പത്തിനൊപ്പം എന്നുള്ള നില കൂടി ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. 5-5 എന്ന നിലയിലാണ് അത് വരുന്നത്. സിഖ് സ്വാധീന മേഖലകളിൽ ആം ആദ്മി പാർട്ടി 3 ലീഡ് ചെയ്യുമ്പോൾ BJP 8 ലീഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളിൽ, പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള SC മണ്ഡലങ്ങളിൽ 8-6 ആം ആദ്മി പാർട്ടി 8 BJP 6 മാത്രം ലീഡ് ചെയ്യുന്ന നിലയിൽ ഒരു നേരിയ മുൻതൂക്കം AAPക്ക് ഉണ്ട്. അതുപോലെ പൂർവാഞ്ചൽ മേഖലയിലേക്ക് പോയാൽ 7-11 BJP 11 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ജാട്ട് മേഖലയിലേക്ക് പോയാൽ 7-5 ആം ആദ്മി പാർട്ടി 7 ലീഡ് ചെയ്യുന്നു. ജാട്ടിൽ BJPക്കുള്ള ഈ ഒരു സ്വീകാര്യത ഇല്ലായ്മ എന്നുള്ള പ്രശ്നമുണ്ട്. ഹരിയാനയിൽ നമ്മളത് ആ തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ളതാണ്. അതിനെയും അതിജീവിച്ചാണ് ഹരിയാനയിൽ അധികാരം പിടിക്കാൻ കഴിയും വിധമുള്ളൊരു തെരഞ്ഞെടുപ്പ് തന്ത്രം പയറ്റാൻ BJPക്ക് കഴിഞ്ഞത്. തൊട്ടടുത്ത സംസ്ഥാനമായ ദില്ലിയിലേക്ക് വരുമ്പോൾ തന്നെ ജാട്ട് സ്വാധീന മേഖലകളിൽ ആം ആദ്മി പാർട്ടിക്കാണ് മുൻതൂക്കം. 7 BJP 5 മാത്രം ലീഡ് ചെയ്യുന്നു. ഇത് ഈ തെരഞ്ഞെടുപ്പിലെ ഈ മണ്ഡലങ്ങളുടെ സ്വാധീന മേഖലകൾ തിരിച്ച് ഒക്കെയുള്ള അനാലിസിസുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ചില വിവരങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രം.